Good evening. ഈ വീഡിയോയിൽ നമ്മൾ കുറേ തെവെനിൻസ് തിയറത്തിന്റെ പ്രോബ്ലം കാണാം. ഫസ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ദ കറന്റ് ത്രൂ ദ 20 ഓം റെസിസ്റ്റർ യൂസിങ് തെവെനിൻസ് തിയറം ആണ്. അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ ഗിവൺ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിനകത്ത് 20 ഓം റെസിസ്റ്റർ എന്ന് പറഞ്ഞ് എടുത്ത് പറയുമ്പോൾ ആ 20 ഓം റെസിസ്റ്റൻസ് ആണ് ലോഡ് റെസിസ്റ്റൻസ്. നമ്മളത് ആദ്യം അത് എടുത്ത് കളയണം, റിമൂവ് ചെയ്യണം, ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഓപ്പൺ സർക്യൂട്ട് ചെയ്ത സ്ഥലത്ത് ഉണ്ടാവുന്ന വോൾട്ടേജിക്ക് പേരാണ് വി തെവെനിൻ, തെവെനിൻ വോൾട്ടേജ്. ആ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത ടെർമിനൽസ് എയും ബിയും ആണ്. അവിടെ ഉണ്ടായിരുന്ന 20 ഓമാണ് നമ്മൾ എടുത്ത് കളഞ്ഞ്. അപ്പോൾ വി തെവെനിൻ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. വി തെവെനിൻ എത്രയാണ് ആദ്യം കണ്ടുപിടിക്കുമ്പോൾ ഒന്ന് സർക്യൂട്ട് ഒന്ന് ശരിക്കും നോക്കണം. ഇപ്പൊ ഇതിന്റെ അക്രാസ് ആയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 100 വോൾട്ട് ഉണ്ട്. ഈ സാധനമാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല പ്രോബ്ലത്തിനകത്ത്, അവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി തെവെനിൻ ആണ് 100 വോൾട്ടേജ്, കണ്ണടച്ച് എഴുതാനുള്ളതേ ഉള്ളൂ. ഓക്കെ, വി തെവെനിൻ ആണ് 100 വോൾട്ട് എന്ന് പറഞ്ഞ് എഴുതാം. മെഷ് ഇക്വേഷൻ ഒക്കെ എഴുതേണ്ട ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ നോഡ് വോൾട്ടേജ് ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ 2 പോയിന്റ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് 100 വോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. സോ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? തെവെനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. തെവെനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 100 വോൾട്ടേജ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, കറണ്ട് വന്നിട്ട് 100 വോൾട്ടേജ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. കറണ്ട് സോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യണം. നമുക്കറിയാമല്ലോ, ഒരു തെവെനിൻ സ്ഥിരം എന്ന് പറയുമ്പോൾ ആർ തെവെനിൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, കറണ്ട് സോഴ്സിന് റിമൂവ് ചെയ്യണം. ഡിപ്പെൻഡന്റ് സോഴ്സ് ഒന്നും ഇല്ല. പിന്നെ ആ ടെർമിനൽ എയിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് ചിന്തിക്കണം. ആ കറണ്ട് ഇങ്ങോട്ട് പോവോ എന്ന് ചിന്തിക്കണം. കാരണം ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ കറണ്ടും ഇങ്ങോട്ട് തന്നെയാണ്, ഇങ്ങനെയാണ് പോകുന്നത്. റൈറ്റ്. അപ്പൊ ഈ 10ഉം 5ഉം തന്നെ 10ഉം 5 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വഴി കറണ്ട് ഫ്ലോ ചെയ്യേയില്ല. സോ അപ്പൊ അതുകൊണ്ട് ആർ തെവെനിൻ എന്ന് പറയുന്നത് 0 വോൾട്ടേജ്, 0 ഓം ആണ്. ആർ തെവെനിൻ എന്ന് പറയുന്നത് 0 ഓം ആണ്. റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ വഴിക്കാണ് നമ്മുടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ അതിന്റെ പേര്, അതുകൊണ്ട് ആർ തെവെനിൻ എന്ന് പറയുന്നത് 0 ഓം ആണ്. സോ അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ കറന്റ് ത്രൂ 20 ഓം റെസിസ്റ്റൻസ് യൂസിങ് തെവെനിൻസ് തിയറം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാണ്. 100 വോൾട്ട്, ആർ തെവെനിൻ 0 ആണ്. ആർ എൽ എന്ന് പറയുന്നത് 20 ഓം ആണ്. ഏത് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നേരത്തെ എടുത്ത് കളഞ്ഞ് പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതാണ് ലോഡ് റെസിസ്റ്റൻസ്, 20 ഓം ആണ്. സോ അപ്പൊ കറന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. I is equal to 100 divided by 20, that is 5 ആണ്. ഓക്കെ, സോ അടുത്ത പ്രോബ്ലത്തിൽ കിടക്കാം. അടുത്ത പ്രോബ്ലം ഫൈൻഡ് ദ കറന്റ് ത്രൂ 1.6 ഓം യൂസിങ് തെവെനിൻസ് തിയറം ആണ്. സോ ഇതാണ്, എവിടെയാണ് 1.6? ഇവിടെയാണ് 1.6 ഓം ഉള്ളത്. സോ അത് റിമൂവ് ചെയ്ത് ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് വി തെവെനിൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോഡ് വോൾട്ടേജ് ഇക്വേഷൻ ആണ്, സൂട്ടബിൾ ആണ്, മെത്തേഡാണ്. കാരണം വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ നോഡാണ്. ഓക്കെ, സോ ഈ പോയിന്റിലുള്ള വോൾട്ടേജ്, നോഡിലുള്ള വോൾട്ടേജ് V1ഉം ഈ നോഡിലുള്ള വോൾട്ടേജ് V2ഉം ആണ്. അപ്പൊ V2 ആണ് വി തെവെനിൻ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് നോഡ് ഇക്വേഷൻ എഴുതാം. സോ നോഡ് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം രണ്ട് നോഡിന്റെ ഇടയ്ക്ക് എന്താ ഉള്ളത് നമുക്ക് നോക്കണം. ഇത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഈ ഡിപ്പെൻഡന്റ് സോഴ്സ് എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പൊ സൂപ്പർ നോഡാണ്. അപ്പൊ V2 മൈനസ് V1 ഇസ് ഈക്വൽ ടു 3 into Ix. സോ Ix എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് Ix. ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, പ്രോബ്ലത്തിനകത്ത് കാണിച്ചിട്ടുണ്ട് Ix. ഓക്കെ, ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതാണ് Ix. അപ്പൊ Ix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആണ്. സോ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ്. സോ അപ്പൊ V1 ഡിവൈഡഡ് ബൈ 1 ആണ് Ix എന്ന് പറയുന്നത്. അത് എഴുതണം. അടുത്ത രണ്ടാമത്തെ നോഡിന്റെ ഇക്വേഷൻ എഴുതാം. രണ്ടാമത്തെ നോഡിന്റെ ഇക്വേഷൻ നമുക്ക് രണ്ടാമത്തെ നോഡല്ല, നമ്മൾ സൂപ്പർ നോഡിന്റെ ഇക്വേഷൻ എഴുതിയ ശേഷം ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് രണ്ട് നോഡിന്റെ ഇക്വേഷനും ഒരുമിച്ച് എഴുതണം. 10 ഇസ് ഈക്വൽ ടു ഇവിടുത്തെ കറണ്ട് V1 ഡിവൈഡഡ് ബൈ 1, ഇവിടുത്തെ കറണ്ട് V2 ഡിവൈഡഡ് ബൈ 6. അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ V2 കിട്ടും. V2 ആണ് വി തെവെനിൻ. ഓക്കെ, സോ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആർ തെവെനിൻ കണ്ടുപിടിക്കണം. സോ ആർ തെവെനിൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിൽ ഈ 1.6 ഓം നമ്മൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം.
6.6 ഓമിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ സർക്യൂട്ട് ഇങ്ങനെയാണ് കാണുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ പാരലലി എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, പർട്ടിക്കുലർലി ഇത് ഈ ഭാഗത്തൊക്കെ കറണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല, ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 6 ഓമും നമ്മൾ കളയേണ്ടി വരും. എല്ലാ കറണ്ടും ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ഈ വഴിക്ക് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ IS ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ കറണ്ട് ആണ്. അപ്പൊ 6 ഓം നമ്മൾ ഓപ്പൺ ചെയ്ത് ഞാൻ ഒരു സർക്യൂട്ട് വരച്ചിരിക്കുകയാണ്. 2 മെഷാണുള്ളത്, I1 I2. I1 എന്ന് പറയുന്നത് 10 ആംസ് ആണ്. സർക്യൂട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ മെഷിന്റെ ഇക്വേഷൻ എഴുതാം. 0 is equal to -3 into IX. IX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IX എന്ന് പറയുമ്പോൾ IX ആണ്. ഓക്കെ, സോ അപ്പൊ IX എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കറണ്ട് ആണ്, ഈ 1 ഓമിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. 1 ഓം എന്ന് പറയുന്നത് 2 മെഷിന്റെ ഇടയ്ക്കാണുള്ളത്. സോ അപ്പൊ ഇത് I1 മൈനസ് I2 ആണ്. I1 മൈനസ് I2. IX എന്ന് പറയുന്നത് I1 മൈനസ് I2 ആണ്. അതെടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് രണ്ടത്തെയും സോൾവ് ചെയ്യും. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. I2 കിട്ടും. I2 ആണ് ISC. അപ്പൊ RThevenin എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ച V2 VThevenin ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്ന കണ്ടുപിടിച്ച I2 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. സോ മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് RL ഫോർ ദ മാക്സിമം പവർ ട്രാൻസ്ഫർ. ആൾസോ ഫൈൻഡ് മാക്സിമം പവർ ട്രാൻസ്ഫേർഡ്. അപ്പൊ ഇതൊരു പ്രോബ്ലം, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിനകത്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് RL എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെവനിൻസ് തിയറം തന്നെയാണ്, ഓർത്ത് വെച്ചോളണം. സോ അപ്പൊ തെവനിൻസ് തിയറം, തെവനിൻസ് തിയറത്തില് ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ലോഡ് റെസിസ്റ്റൻസ് എടുത്ത് കളയണം. ഞാൻ റിമൂവ് ചെയ്ത് ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VThevenin എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് ആണ് ഈ എക്കും ബിക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ് VThevenin ആണ് കണ്ടുപിടിക്കാനുള്ളത്. അത് തന്നെയാണ് V2. VThevenin is equal to V2 ആണ്. സോ അപ്പൊ V2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നോഡ് വോൾട്ടേജ് ആണ് നല്ല മെത്തേഡ്. ഓക്കെ, അപ്പൊ 3 നോഡാണ് ഉള്ളത്. V1, സോ ഇത് V3 എന്ന് വെക്കാം, ഇത് V2 എന്ന് വെച്ചിട്ടുണ്ട്. ആൾറെഡി ഇവിടെ പ്രോബ്ലത്തിനകത്ത് V2 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സെൻട്രലിലുള്ള നോഡ് V3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ V3 ആണ് ഇവിടെ 20 വോൾട്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. V3 is equal to 20 വോൾട്ട്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലുള്ള വോൾട്ടേജ് V3 എന്ന് പറയുമ്പോൾ ഈ 2 പോയിന്റ് ഇടയ്ക്ക് ഒരേ ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, വേറെ റെസിസ്റ്റൻസോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് V3 എന്ന് പറയുന്നത് 20 വോൾട്ട് ആണ്. കണ്ണടച്ച് എഴുതാം. പിന്നെ V1 നോഡിന്റെ ഇക്വേഷൻ എഴുതാം. -4 is equal to V1 minus V2. V1 V1 V2 ആണ് divided by 4 plus V1 minus V3 ആണ് V3. Okay, V1 minus V3 divided by 2 ആണ്. So ഇത് ഫസ്റ്റ് ഇക്വേഷൻ. V3 is equal to 20 എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. മൂന്നാമത്തെ ഇക്വേഷൻ V2 ഒക്കെ എഴുതാം. V2 minus V1 is equal to 4. V2 minus V1 divided by 4. അതാണ് ഇവിടുത്തെ കറണ്ട്. സോ ഇവിടുത്തെ കറണ്ട് V2 minus V3 divided by 2. ഇവിടുത്തെ കറണ്ട് V2 divided by 4. സോ അങ്ങനെ എഴുതിയിട്ടുണ്ട്. മൂന്നത്തെയും ആഡ് ചെയ്ത് is equal to 0. അത് മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. 3 ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നതാണ് ഏതാണ്, നമുക്ക് വേണ്ടത് V2 ആണ്. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ V2 കിട്ടും. അതെങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. -4 is equal to, അപ്പൊ ഇത് 0.25 into V1 minus V2 എന്ന് പറഞ്ഞ് എഴുതണം. അതേമാതിരി ഇത് 1/2 V1 minus 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. V1 minus V3 ആണ്. ഓക്കെ, സോ അപ്പൊ ഇത് ഈ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാണ്. നോഡ് വോൾട്ടേജ് ഇക്വേഷൻ പറഞ്ഞപ്പോൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. സോ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് വന്നിട്ട് RThevenin കണ്ടുപിടിക്കണം. സോ RThevenin കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് വന്നിട്ട് ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. കറണ്ട് സോഴ്സിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പൊ സർക്യൂട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇവിടെ നിന്ന് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക. ആ കറണ്ട് ഇവിടെ എത്തിയ ശേഷം കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും, ആ കറണ്ട് ഇവിടെ എത്തി. അപ്പൊ 4ഉം 2ഉം സീരീസ് ആണ്. പിന്നെ കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോയി 2ലേക്ക് പോയി, കുറച്ച് കറണ്ട് ഇങ്ങോട്ട് 4ൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ 2ഉം 4ഉം പാരലൽ ആണ്. ആ പാരലൽ എന്ന് പറയുന്നത് ഈ 4, 2 എന്ന് പറഞ്ഞ സീരീസ് കോമ്പിനേഷനുക്ക് പാരലൽ ആണ്. ഓക്കെ, സോ 4 + 2 പാരലൽ 2 പാരലൽ 4. ഓക്കെ, ഇത് സോൾവ് കഴിഞ്ഞാൽ ആൻസർ കിട്ടിക്കോളും.
സോ നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ എൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ ആർ തെവനിൻ എന്താണാവോ അത് തന്നെയാണ് ആർ എൽ എന്ന് പറയുന്നത്. അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. ഓക്കെ, സോ അടുത്ത പ്രോബ്ലം, നാലാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദ കറന്റ് ത്രൂ 1 ohm റെസിസ്റ്റർ. സോ ഇതാണ് 1 ohm റെസിസ്റ്റർ, തെവനിൻ തിയറമാണ്. അത് റിമൂവ് ചെയ്യാണ്. ഇത് ഇവിടുത്തെ കറന്റ് ആണ്, സോറി ഇത് ഓപ്പൺ ചെയ്യാണ്. ഇവിടുത്തെ വോൾട്ടേജ് ആണ് വി തെവനിൻ എന്ന് പറയുന്നത്. ഈ ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ് വി തെവനിൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്രോബ്ലത്തിനകത്ത് നമ്മുടെ സീരീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 4 is equal to ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ്, ആ രീതിയിൽ എഴുതാം. 4 is equal to ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ്. അപ്പൊ 4 is equal to V2 പ്ലസ് വി തെവനിൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിൽ നിന്ന് വി തെവനിൻ എന്ന് പറയുന്നത് 4 മൈനസ് V2 ആണ്. ഓക്കെ, V2 കണ്ടുപിടിച്ചിട്ട് ഈ ഫോർമുല ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ V2 എങ്ങനെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? നമുക്ക് മെഷ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇത് I1 എന്ന് പറഞ്ഞ കറണ്ട് ആണ്, ഇത് I2 എന്ന് പറഞ്ഞ കറണ്ട് ആണ്. സോ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ബൗണ്ടറിയിലോ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ I2 തന്നെ, I2 എന്ന് പറയുന്നത് 1 ആംപ്സ് ആണ്. സോ ഇത് I1 ആണ്. ഇവിടെയും ബൗണ്ടറിയിൽ ഒരു കറണ്ട് ഉണ്ട്. ഇത് താഴോട്ടാ പോണം, ഇത് മുകളിലോട്ടാണ് പോണം. അപ്പൊ ഇത് -3 ആംപ്സ് ആണ്. I1 കിട്ടി, I2 കിട്ടി. നമ്മൾ V2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വോൾട്ടേജ് ആണ്, ഈ പോയിന്റിന്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ് V2 എന്ന് പറയുന്നത്. V2 is equal to I1 minus I2 into 2 ആണ്. സോ I1 minus I2 എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? -3 മൈനസ് ഓഫ് ഇവിടുത്തെ വോൾട്ടേജ് ആണല്ലോ, ഇവിടുത്തെ വോൾട്ടേജ് ആണല്ലോ എനിക്ക് വേണ്ടത്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് പ്ലസ് ഇത് മൈനസ് ആണ്. അപ്പൊ I1 മൈനസ് I2 എന്ന് പറഞ്ഞ് വരും. കേട്ടാ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പ്ലസ് ഉണ്ടാവാനുള്ള കാരണം ഈ I1 കൊണ്ടാണ്. ഇവിടെ മൈനസ് പിന്നെ വന്നിട്ട് എന്താണ് പ്ലസ് ഉണ്ടാവാൻ കാരണം? ഇത് I1 കൊണ്ടാണ്. സോ അപ്പൊ I1 ആണ് വലുത്. അപ്പൊ I1 മൈനസ് I2 എന്ന് പറഞ്ഞ് എഴുതണം. സോ അപ്പൊ I1 മൈനസ് I2 നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കഴിഞ്ഞാൽ ഇതാണ് -4 എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ വി തെവനിൻ കിട്ടും. അടുത്ത ആർ തെവനിൻ എന്ന് പറയുന്നത്, സോ വോൾട്ടേജ് സോഴ്സ് ഒക്കെ നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട്, കറന്റ് സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. എയും ഇത് ബിയും ടെർമിനൽ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കുന്നത് ഇവിടെ വന്നിട്ട് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല കറണ്ടിന്. ബട്ട് ഇവിടെ നോക്ക്, ഇത് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ അപ്പൊ ആർ തെവനിൻ എന്ന് പറയുന്നത് 2 ohm ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. കറണ്ട് ഇത് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടാ. സോ അപ്പൊ ലാസ്റ്റ് പ്രോബ്ലം നോക്കാം. സോ ഇത് ലാസ്റ്റ് പ്രോബ്ലം ആണ്. ഇത് VAB കണ്ടുപിടിക്കണം. ഇതാണ് വി തെവനിൻ വോൾട്ടേജ്. VAB കണ്ടുപിടിക്കണം. ഇത് ഒരു ഡിപെൻഡന്റ് സോഴ്സ് ആണ് ഉള്ളത്. അപ്പൊ VAB മറ്റേ ഇവിടുത്തെ വോൾട്ടേജ് ആണ് വി തെവനിൻ. അപ്പൊ VAB എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും. ബോത്ത് വോൾട്ടേജ് ആർ സെറ്റ്. ഈ പോയിന്റ് ഈ പോയിന്റ് പറയുന്നതുള്ള വോൾട്ടേജ് വി തെവനിൻ ആണെങ്കിൽ ഈ പോയിന്റ് ഉള്ള വോൾട്ടേജ് വി തെവനിൻ ആയിരിക്കും. സോ അപ്പൊ വി തെവനിൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോഡ് വോൾട്ടേജ് ഇക്വേഷൻ എഴുതാം. വി തെവനിൻ -8 ഡിവൈഡഡ് ബൈ 4 is equal to 2 into I1. Incoming current is equal to outgoing current. ഇതാണ് ഇൻകമിംഗ് കറണ്ട്, ഇത് ഔട്ട്ഗോയിങ് കറണ്ട് ആണ്. ഇൻകമിംഗ് കറണ്ട് വി തെവനിൻ ഇൻകമിംഗ് കറണ്ട് is 2 into I1 is equal to outgoing current വി തെവനിൻ -8 divided by 4. അതവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് I1 എന്ന് പറയുന്നത് ഇവിടുത്തെ കറണ്ട് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. നമ്മളിങ്ങനെ താഴോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചു, വി തെവനിൻ -8 divided by 4. സോ അപ്പൊ അതിന്റെ മൈനസ് ആയിരിക്കും I1 എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ I1 എടുത്തുകൊണ്ട് പോയി ഇത് ഇവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോണേ? വി തെവനിൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. അതേമാതിരി ഇപ്പൊ വന്നിട്ട് ഈ സെയിം സർക്യൂട്ട് ആണ്, അത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ AB എന്ന് പറഞ്ഞ ടെർമിനലിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നുണ്ട്. കേട്ടാ, ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ISC എന്ന് പറയുന്നത്. കേട്ടാ, അപ്പൊ ആർ തെവനിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഡിപെൻഡന്റ് സോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പാടില്ല, കറന്റ് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാൻ പാടില്ല, ഡിപെൻഡന്റ് സോഴ്സ് ഉള്ളത് കൊണ്ട്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഇവിടുത്തെ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പൊ ആർ തെവനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി തെവനിൻ ഡിവൈഡഡ് ബൈ ISC ആണ്. അതാണ് ഫോർമുല. നേരത്തെ കണ്ടുപിടിച്ച വി തെവനിനും ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്ന ISC, ഇതാണ് നമ്മുടെ ഫോർമുല. സോ അപ്പൊ ISC എന്ന് പറയുന്നത് നോക്കി ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ഇത് ഇവിടുന്ന് ഒരു കറണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് 2 into I1. ഇവിടുന്ന് ഒരു കറണ്ട് വന്നുകൊണ്ടിരിക്കുക I1. സോ അപ്പൊ ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2I1 പ്ലസ് I1 3I1 ആയിരിക്കും. I1 എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. I1 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. കേട്ടാ, ഇതാണ് I1 ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് I1 എന്ന് പറഞ്ഞു